നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ദോശയ്ക്കും എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കുമ്പളങ്ങ കറിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ കുമ്പളങ്ങ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും നമ്മുടെ കറിക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കഷ്ണം കുമ്പളങ്ങ മതി. പകുതിയായിട്ടല്ല ഞാൻ കട്ട് ചെയ്യണത്, ഒരു 1/4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വലിയ പീസ് മതി നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ടുവരാം. ഇപ്പം ഞാനിതാ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മോരുകറിക്കൊക്കെ കട്ട് ചെയ്യണ പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത്ര ഇല്ലെങ്കിൽ ഒരു 8-10 ചെറിയ ഉള്ളി ആയാലും നമ്മുടെ കറി ഉണ്ടാക്കാൻ മതി. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 2-2.5 പിടിയോളം ഞാൻ ഫ്രഷ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമുറിയോളം ഉണ്ടാവില്ല, ഒരു കഷ്ടി ഒരു അരമുറിയോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് നമ്മുടെ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉള്ളിയും ഇഞ്ചിയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്ത ഉള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 വലിയ ചെറിയ ഉള്ളി ഞാൻ ചതച്ചിട്ടില്ല. ഇതന്നെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയ്ക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് 4 മാറ്റി വെച്ചത്. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ച് വെച്ച തേങ്ങ അരപ്പുണ്ടല്ലോ, ആ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയിൽ കൂടെ ചേർത്തിട്ടും അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പകുതി തക്കാളി തന്നെ ഒരു 4-5 പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. നമ്മൾ സാമ്പാറിനൊക്കെ തക്കാളി കട്ട് ചെയ്യണില്ല, അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഈ തക്കാളി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ഇതുപോലെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുത്താൽ മതി. കാരണം കുമ്പളങ്ങയിൽ അധികം പുളി പിടിക്കില്ല. ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങയുടെ കഷ്ണങ്ങളുണ്ടല്ലോ, ആ കഷ്ണങ്ങളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ മസാലയിലെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളിലെ മസാലയൊക്കെ നേരെ മിക്സ് ആയിട്ടുണ്ട്, ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ആ ജാറിൽ കുറച്ച് തേങ്ങാരപ്പ് ഉണ്ടായിരുന്നു. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നേരെ കഷ്ണങ്ങളൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പച്ചമുളക് അത് കറിയിലേക്ക് അടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് 2 ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ടതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇതുപോലെ പാകത്തിന് വേവാനേ പാടുള്ളൂ. കഷ്ണത്തിലാണെങ്കിൽ ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചുകൊണ്ട് കഷ്ണം കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
പിന്നെ തിക്നെസ് നിങ്ങൾക്ക് എത്രമാത്രം വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇതിലിപ്പോൾ ഉപ്പും പുളിയും എരിവൊക്കെ നല്ല പാകമാണ്. പിന്നെ ഇവിടെ ഒരുപാട് വെള്ളം വേണ്ട, കഷ്ണങ്ങൾ ഒരുപാട് കഷ്ണം വേണം, അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല. ഇത്രയ്ക്ക് മതി. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് തണ്ടോടക്കൻ അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താളിച്ചൊഴിക്കേണ്ട, നിങ്ങൾക്ക് വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കടുകും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് നേരെ മിക്സ് ചെയ്യുക. അപ്പം മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.